അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 24 തൊട്ട് 55 വരെയാണ്. ഇതാ നോക്കിക്കോളൂ, കാറ്റഗറി നമ്പർ 134/2023 ആണ്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. LDC പരീക്ഷയൊക്കെ എഴുതി അതിന്റെ ഹാങ് ഓവറിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പോ അടുത്തതായിട്ട് PSC നിങ്ങളുടെ മുന്നിലേക്ക് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി, വലിയ ഒരു എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് തരാനായിട്ട് പോവുകയാണ്. അതാണ് നമ്മുടെ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും പുതിയതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണെന്ന്. അല്ല, നിങ്ങൾ ഇത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് പോസ്റ്റുകളിലേക്കുള്ള എക്സാം ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നത് കുറച്ചു നാൾ മുമ്പായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു എക്സാം ഡേറ്റ് ഒക്കെ നമ്മുടെ ആ ഒരു എക്സാം നടക്കാൻ പോകുന്ന ആ ഒരു ടൈം ഒക്കെ നമ്മുടെ PSC ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കോമൺ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കാറ്റഗറി നമ്പർ 587/2003 ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. ഓക്കെ, 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാൻ 23 തൊട്ട് 50 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ ഓഫീസ് അറ്റൻഡന്റിനായിട്ട് കൊടുക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ഒരു നമ്പർ അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ. അപ്പോ ഈ ഒരു ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് ആ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 446/2023 ആണ്. അത് പോസ്റ്റ് ഇതാണ്, അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പറിലേക്കുള്ള നോട്ടിഫിക്കേഷനും നമ്മുടെ ഈ ഒരു വർഷം ആദ്യം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് കണ്ടോ, 26,500 മുതൽ 60,000 വരെയാണ് അവിടെ അവരുടെ ആ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ഇവിടെ വേക്കൻസീസ് ഇത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു വർഷം ആകാൻ പോകുന്നു ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വന്നിട്ടുള്ള വേക്കൻസീസ് ആണിത്. പിന്നീട് അതിനകത്ത് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ടാകണം? നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ വേക്കൻസീസിന്റെ എണ്ണവും അതിനകത്ത് വർധനവുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നോക്കിക്കോളൂ. ആ വന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് തിരുവനന്തപുരം 2, എറണാകുളം 1, പാലക്കാട് 1, കണ്ണൂർ 1 എന്നായിരുന്നു. ഇനിയും അതിനകത്ത് നമ്പർ കൂടിയിട്ടുണ്ടാകും. അപ്പോ എന്ത് ചെയ്യുക? അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നുള്ള പോസ്റ്റും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 447/2023 ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. കാരണം നല്ല വേക്കൻസിയോട് കൂടി വരുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ്. ലാബ് അസിസ്റ്റന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നോക്കിക്കേ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള ലാബ് അസിസ്റ്റന്റിനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 24 തൊട്ട് 55 വരെയാണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് 10ഉം പത്തനംതിട്ട 4, എറണാകുളത്ത് ഏറ്റവും കൂടുതൽ 15 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് 4, കാസർഗോഡ് 3, പിന്നെ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു പോസ്റ്റും ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങളിപ്പം LDC പരീക്ഷ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പം നടന്ന മിക്ക പരീക്ഷകളും മെയിൻസ് പരീക്ഷയാണ് എഴുതിയത് അല്ലെ. മെയിൻസ് 10th ലെവൽ ആണെങ്കിൽ 10th മെയിൻസ് അവിടെ പ്രിലിമിനറി എക്സാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ട് ഒറ്റൊരു എക്സാം നടത്തിയിട്ടായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ നമ്മുടെ
പി എസ് സിയുടെ എക്സാം കലണ്ടർ ഈ ഒരു വർഷം ആദ്യം തന്നെ പി എസ് സിയുടെ എക്സാം കലണ്ടർ ആനുവൽ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആനുവൽ കലണ്ടറിനകത്ത് പ്രത്യേകമായിട്ട് അവർ നോട്ടിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പോസ്റ്റുകളിലേക്ക്, അതായത് ഞാൻ ഇപ്പൊ പറയുന്ന ഒരു 3 പോസ്റ്റുകൾ പറഞ്ഞു, ഇനി ഒരു 2 പോസ്റ്റ് കൂടിയുണ്ട്. ആ പോസ്റ്റുകളിലേക്ക് നടത്താൻ പോകുന്ന പരീക്ഷ സെപ്പറേറ്റ് പരീക്ഷയല്ല, ആദ്യം ഒരു 10th പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും. ഈ 10th പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഈ പോസ്റ്റുകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ന് നടക്കുന്നത് 10th മെയിൻസ് പരീക്ഷ നടക്കുന്നത്. ഓരോ പോസ്റ്റുകൾക്കും ഓരോ സെപ്പറേറ്റ് സിലബസ് ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ആ ഒരു പോസ്റ്റുകളിലേക്ക് എന്ത് നടക്കുന്നത്, എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നോക്കി ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോ അല്ലെങ്കിൽ LDC പരീക്ഷ വേണ്ടതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവർക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ബാക്കി 2 പോസ്റ്റുകൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതാ നോക്കിക്കോളൂ. കാറ്റഗറി നമ്പർ 134/2023 ആണ്. അതൊരു സ്റ്റോർ കീപ്പർ തസ്തികയാണ്. സ്റ്റോർ കീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സാലറി സ്കെയിൽ കുറവാണ്. 9,000 മുതൽ 15 വരെയുള്ള സാലറി സ്കെയിൽ ആണ്. അത് ജസ്റ്റ് ഒറ്റൊരു വേക്കൻസി മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ഏത് ഫേമിലേക്കായിരുന്നു? കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഒറ്റൊരു വേക്കൻസി ഉണ്ട്. 1, 2, 3 ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അതുപോലെ എന്തായിരുന്നു, അടുത്ത ഒരു കാറ്റഗറിയാണ് കാറ്റഗറി നമ്പർ 259/2023. ഇത് എന്തായിരുന്നു, ഒരു സ്റ്റോർ കീപ്പർ വേക്കൻസി ആണ്. സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അതിന്റെ സ്കെയിൽ വരുന്നത് 18-നും 41-നും ഇടയ്ക്കാണ്. അത് ഏത് ഫേമിലേക്കാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കായിരുന്നു. ഓൾമോസ്റ്റ് 2 വേക്കൻസി ആയിരുന്നു ആ സമയത്ത്, അതായത് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്ക്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു 10th പ്രിലിമിനറി പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് PSC യുടെ ആനുവൽ കലണ്ടർ ഒന്ന് നോക്കാം. ആനുവൽ കലണ്ടറിനകത്ത് എപ്പോഴാണ് ഈ ഒരു എക്സാം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കോളൂ. നമ്മൾ ഈ പറഞ്ഞ എക്സാമുകളെല്ലാം, അതായത് സ്റ്റോർ കീപ്പർ 10th ലെവൽ കോമൺ പ്രിലിമിനറി ആണ്. അതുപോലെ സ്റ്റോർ കീപ്പർ 10th ലെവൽ കോമൺ ആണ്. അതുപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട്, അതും ഈ ഒരു പരീക്ഷയിലാണ് വരുന്നത്. ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട്. ഇതെല്ലാം PSC പറഞ്ഞ ഡേറ്റ് എന്ന് പറയുന്നത് ഏത് ഡേറ്റ് ആണ്? ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലായിട്ട് നടക്കുമെന്നാണ്. ഒക്ടോബർ ടു ഡിസംബർ കാലയളവില് ഈ ഒരു തസ്തികകളിലേക്കുള്ള 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം നടക്കുമെന്നാണ് PSC യുടെ ആനുവൽ കലണ്ടർ. ഈ വർഷം മുതലാണ് പുതിയതായിട്ട് PSC ആനുവൽ കലണ്ടർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് പരീക്ഷ നടക്കുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങിയത് അല്ലെ. അപ്പൊ അതിനകത്ത് പറഞ്ഞ രീതിയിൽ തന്നെ ഈ വർഷം എക്സാമുകളെല്ലാം ആ ഒരു കാലയളവിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, ഈ ഒരു കാലയളവിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇനി ഒക്ടോബറിലാണോ നവംബറിലാണോ ഡിസംബറിലാണോ ഈ ഒരു എക്സാം നടക്കുന്നതെന്നായിരിക്കും നമ്മുടെ മുന്നിലുള്ള അടുത്ത ഒരു സംശയം അല്ലെ. ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഏതൊക്കെ മാസം വരുന്നുണ്ട്? ഒക്ടോബർ വരുന്നുണ്ട്, നവംബർ വരുന്നുണ്ട്, ഡിസംബർ വരുന്നുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് എന്തായാലും സെപ്റ്റംബർ ആയല്ലോ, സെപ്റ്റംബർ പകുതി ആയല്ലേ. അപ്പൊ സെപ്റ്റംബർ പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒക്ടോബറിൽ എന്തായാലും പരീക്ഷയില്ല. കാരണം ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബറിലെ കലണ്ടർ PSC ഓൾറെഡി എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തായാലും ഈ 10th കോമൺ പ്രിലിമിനറി എക്സാമിന്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നീട് നവംബറിലെ ആ ഒരു എക്സാം കലണ്ടറും PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് വിചാരിക്കാം, എന്ത് അനുമാനിക്കാം? അതെ, ഡിസംബറിലാണ് എന്ത് നടക്കാൻ പോകുന്നത്, ഈ പറയുന്ന
10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസംബറിലെ കലണ്ടർ ഇപ്പം എന്തായാലും സെപ്റ്റംബർ തീരുന്നതിന് മുമ്പ് തന്നെ ഡിസംബറിലെ എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്യും. അതിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന്റെ ഡേറ്റ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡിസംബറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ 2024 നടക്കാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല പോസ്റ്റുകളിലേക്കുള്ള ഒരു എക്സാം ആണ് ഈ പറയുന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങളുടെ മുന്നില് ഇപ്പൊ സെപ്റ്റംബർ പകുതി ആയിട്ടുള്ളൂ, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട് അല്ലെ. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഈ ഒരു 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമില് നമുക്ക് ഉറപ്പായിട്ടും അതിന്റെ കട്ട് ഓഫിലേക്ക് എത്തി അത് പാസ്സാകാനായിട്ട് സാധിക്കും. അതിനുശേഷമായിരിക്കും ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ലാബ് അസിസ്റ്റന്റിനൊക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ പ്രിലിംസ് എങ്ങനെങ്കിലും ഒന്ന് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജസ്റ്റ് ഒരു കട്ട് ഓഫ് ഒന്ന് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മെയിൻസിന്റെ ആ ഒരു സിലബസ് വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്കിപ്പോ LDCക്ക് പഠിച്ച ഒരു അറിവ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രിലിംസ് സിലബസും മെയിൻസ് സിലബസും നിങ്ങൾ LDCക്ക് പഠിച്ചത് 10th മെയിൻസിന്റെ സിലബസ് ആണ്. അതിനകത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷെ 10th പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്ത് വരുന്നില്ല, ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നും വരുന്നില്ല. സാധാരണ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം കട്ട് ഓഫിന്റെയൊക്കെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇനി ഇപ്പോൾ ഈ കഴിഞ്ഞതൊക്കെ പോട്ടെ, LDCക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനി വരാൻ പോകുന്ന എക്സാമുകളെ എങ്ങനെ നമ്മൾ മാക്സിമം മാക്സിമം എഫേർട്ട് എടുത്ത് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഡിസംബറിൽ എന്തായാലും ഈ ഒരു എക്സാമിന്റെ കലണ്ടർ എന്തായാലും ഈ ഒരു സെപ്റ്റംബർ മാസത്തില് ഡിസംബർ കലണ്ടർ പബ്ലിഷ് ആകും. അതിനകത്ത് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് ഉറപ്പായിട്ടും കാണും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പോയി നിങ്ങളുടെ PSC പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിൽ നിന്നും ഏതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി വരുന്ന ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക, നല്ല ഒരു എക്സാം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. ആ എക്സാം ഇപ്പൊ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വെറുതെ ഫുൾ മാർക്കോ റാങ്കിലോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്രിലിംസ് കടന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നല്ല സ്മാർട്ട് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ എൻട്രിയിൽ ഓൾറെഡി ഇതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ബാച്ച് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 10th പ്രിലിംസിന്റെ നോർമൽ ബാച്ചും അവിടെ ഓൾറെഡി ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നോക്കി പഠിക്കാവുന്നതാണ്. ഇനിയിപ്പം ഈ ഒരു 2 മാസത്തിനുള്ളിൽ നല്ലതുപോലെ എഫേർട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇപ്പം മാക്സിമം ടൈം കണ്ടെത്തി നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വേണ്ടുന്നതിന്റെ ആവശ്യമുണ്ട്, നോട്ട്സ് വേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗോൾഡ് ബാച്ച് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ നമ്പറൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എൻട്രി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുണ്ടായിരുന്നത്. സോ ഉറപ്പായും 10th പ്രിലിമിനറി എക്സാം നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം? ഡിസംബർ മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച പ്രതീക്ഷിക്കാം. ഒരു 2ാമത്തെ ശനിയാഴ്ച തന്നെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. ആദ്യത്തെ ശനിയാഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ശനിയാഴ്ച എന്ത് നടക്കാൻ പോവുകയാണ്? 10th പ്രിലിമിനറി എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. സോ ആ ഡേറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. മാക്സിമം ടൈം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.